സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യങ്ങൾ, എടുക്കാൻ പോകുന്ന ഫോൺ ഉടായിപ്പാണോ, തട്ടിപ്പറിച്ചോണ്ട് വന്നതാണോ, മോട്ടിച്ചാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഫോണിന്റെ IMEI നമ്പർ ഫോണിന്റെ ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഫോണിന്റെ സെറ്റിംഗ്സ് നമുക്ക് എടുത്തിട്ട് IMEI ഇൻഫോ എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഫോൺ ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും കേസും വള്ളിക്കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, പേജ് ഫോളോ ചെയ്തിരിക്കണം. എന്നാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ കിട്ടത്തുള്ളൂ. 600K ആണ്. അപ്പൊ ശരിക്കും രണ്ടാമത്തെ കാര്യം, നമ്മൾ എടുക്കാൻ പോകുന്ന ഫോൺ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ഇപ്പൊ മറ്റേ CPU Xോ അല്ലെങ്കിൽ സിസ്റ്റം ചെക്കറോ അങ്ങനെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ കിട്ടും. ഞാൻ രണ്ടെണ്ണത്തിന്റെ ലിങ്ക് എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം. ആപ്പിനകത്ത് നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ ആൻഡ് മൊത്തത്തിൽ സൗണ്ട് കേൾക്കുന്നതും ബാറ്ററിയും ബ്രൈറ്റ്നസും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോണിന് ഹാർഡ്വെയർ ഇഷ്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആപ്പിൽ ഡിറ്റക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. എന്തെങ്കിലും ഫിനാൻസ് ആപ്ലിക്കേഷൻ ഫോണിൽ കിടപ്പുണ്ടെങ്കിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഈ ഇടയ്ക്ക് ഒരാൾക്ക് അബദ്ധം പറ്റിയതാണ്. സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്തപ്പോൾ അറിഞ്ഞില്ല, ആ പഴയ ഓണർ പറഞ്ഞില്ല, ലോൺ ഉണ്ടായിരുന്ന EMI ഇട്ട് എടുത്ത ഫോൺ നൈസായിട്ട് അങ്ങ് വിറ്റു. ബജാജ് ഫിനാൻസ് എന്തോ ആയിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ തന്നെ